കഴിക്കണം. ഇത് കേൾക്കാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഫ്രഷ് പോർക്ക് കിട്ടിയിട്ടുണ്ട്. സാധാ പോർക്കല്ല, നല്ല നാടൻ അങ്കമാലി പോർക്കാണ്. എന്ന് വെച്ചിട്ട് ഇത് ഞാൻ വാങ്ങാൻ അങ്കമാലി വരെ പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് എവിടെ നിന്നുള്ളതും നമുക്ക് വഴിയെ പറയാം. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒന്നും ഒരു തുള്ളി പോലും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇത് എങ്ങനെയാണെന്നല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെടാനൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുവരെ ചെയ്ത സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദി. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 1 കിലോ പോർക്കാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. സാധാരണ നമ്മൾ പോർക്ക് മീറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ഒരു ബാഡ് സ്മെല്ല് പതിവാണ് അല്ലേ? പക്ഷെ നമ്മൾ വാങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ള തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഒരു ബാഡ് സ്മെല്ലൊന്നും ഒട്ടും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ഇത് വാങ്ങാനായിട്ട് നമ്മൾ അങ്കമാലി വരെ പോയൊന്നുമില്ല കേട്ടോ. അങ്കമാലിയിലെ സെയിം പോർക്ക് ഫ്രഷ് മീറ്റ് നമ്മളുടെ എറണാകുളത്തും കിട്ടും. വൈറ്റ്ല തമനം അണ്ടർപാസിനടുത്തുള്ള മാതാ മീറ്റ് ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞാനിത് വാങ്ങിയത്. അവിടുത്തെ ഓണറുടെ പേര് സിംസൺ എന്നാണ്. അപ്പോൾ വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ സ്ഥലമായതുകൊണ്ട് നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിത് നല്ലപോലെ കഴുകിയെടുത്ത ശേഷം ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി, പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ പോർക്ക് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പോർക്ക് മസാല ഇല്ലാന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട. സാധാരണ ഗരം മസാലയാണെങ്കിലും നമുക്ക് 1 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പോർക്കിന് വേണ്ടിയിട്ടുള്ള മസാലയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ കൈവച്ചിട്ടോ തവി വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 6-7 വിസിൽ കേൾക്കുന്നത് വരെ സ്റ്റവ് ഓൺ ചെയ്ത് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ പോർക്ക് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന കൂർക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോഴേക്കും ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് നമുക്ക് സാധാരണ എപ്പോഴും കിട്ടുന്ന പോലത്തെ ടൈപ്പ് കൂർക്കയല്ല കേട്ടോ. ഇത് വെരി സ്പെഷ്യൽ മറയൂർ കൂർക്കയാണ്. മറയൂർ കാടുകളിൽ ആദിവാസികൾ കൃഷി ചെയ്തുണ്ടാക്കിയെടുക്കുന്ന കൂർക്കയാണ്. ഇത് നമുക്ക് ബൈ ചാൻസിന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കിഴങ്ങ്. അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്കിന്ന് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കൈക്ക് ഇതുപോലെ ഒന്ന് കാണിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇതുപോലെ പോയി കിട്ടും. സാധാരണ നമ്മളെപ്പോഴും വാങ്ങിക്കുന്ന കൂർക്കയൊക്കെ നമുക്കറിയാമല്ലോ, കത്തി വെച്ചിട്ട് ഒത്തിരി ടൈം ഇരുന്നിട്ട് നന്നായിട്ട് ചുരണ്ടി കളഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ എടുക്കാറ്. പക്ഷേ ഈ ഒരു കൂർക്ക ഇതിൻ്റെ സ്കിന്നിന് തന്നെ സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വളരെ കുറച്ച് മതി, ഇത്രയൊന്നും വേണ്ട. നമുക്കതങ്ങനെ കിട്ടിയപ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് വേണ്ടത് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ വലിയ കൂർക്കകളൊക്കെ നമുക്കൊന്ന് 2 ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. തീരെ ചെറുതാണെങ്കിൽ 2 ആക്കണമെന്നില്ല കേട്ടോ. പിന്നെ എന്ത് കൂർക്കയാണെങ്കിലും അത് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ കയ്യിൽ ഇതുപോലെ കറയാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട, കറയാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ വല്ല ഗ്ലൗസോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ ഇതാ കൂർക്കയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മളുടെ പോർക്കും നല്ല ഫ്രഷായിട്ട് വെന്ത് വിസിലൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം സെയിം കുക്കറിലേക്ക് തന്നെ കൂർക്കായിട്ട് വേവിച്ചെടുക്കണം. അതങ്ങനെ തന്നെ ചെയ്താലായിരിക്കും ഈ ഒരു കിഴങ്ങിനും കൂടി ആ ഒരു ടേസ്റ്റൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടുക. അപ്പോൾ ഞാൻ വെന്ത പോർക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൂർക്ക ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ വേവിച്ച പോർക്കിൽ തന്നെ കുറച്ച് നെയ്യും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒരേ ഒരു വിസിൽ കേൾപ്പിച്ച് ഇതൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഞാനൊരു നല്ല എരിവുള്ള 4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് നീളത്തിലരിഞ്ഞത്, ഒരു 7-8 വെളുത്തുള്ളി, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ തേങ്ങാക്കൊത്ത്, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള 3 സവാളയും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് പാത്രം ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇതിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന്. നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പോർക്ക് വെന്ത് അതിൽ നിന്ന് തന്നെ ഉരുക്കി വന്ന ആ ഒരു നെയ്യ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. നമ്മളിതിലേക്ക് മറ്റ് എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ പോർക്ക് ഇതുപോലെ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്ത ശേഷം അതിൽ നിന്ന് കുറേശ്ശെ എണ്ണ നമുക്ക് ഉരുളിയിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ളത് ആദ്യം ഒഴിക്കാം. ഇതുപോലെ നമ്മളുടെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ആദ്യമേ തന്നെ അങ്ങ് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒന്ന് മൊരിഞ്ഞു വരാൻ തുടങ്ങുമ്പോഴേക്കും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്താൽ അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കുവാണ്. സവാള നല്ല സോഫ്റ്റായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി,
2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് നമ്മൾ പോർക്ക് മസാല 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ആ ഒരു പൊടികളുടെ റോ ടേസ്റ്റും കൂടി മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചച്ചുവയൊക്കെ മാറി നല്ല കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര ഇട്ട് എടുക്കുന്നുള്ളൂ. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിൻ്റെ ആ ഒരു മസാലയും എരിവും കാര്യങ്ങളും ഒക്കെ എല്ലാം കൂടി ഒന്ന് യോജിച്ച് സെറ്റായി വരട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. സാധാരണ കൂർക്ക വേവിക്കുന്ന ടൈമിൽ നമ്മൾ 1 അല്ലെങ്കിൽ 2 വിസിലൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും കുറച്ച് വേവൊന്ന് കുറച്ചിട്ട് എടുക്കുവാണെങ്കിൽ ഇതുപോലെ നമ്മൾ കിഴങ്ങ് പോർക്കിൻ്റെ ഒപ്പം ഇട്ട് വേവിക്കുമ്പോൾ ഒത്തിരി വെന്ത് ഉടഞ്ഞൊന്നും പോകുമില്ല. പോർക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് കൂർക്കയിലോട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റി വന്നോട്ടെ. ഇതുപോലെ ഒന്ന് വരണ്ട് വരാൻ തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ തരിതരിപ്പോട് കൂടി പൊടിച്ച കുരുമുളകാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുരുമുളക് പൊടി കൂടുതൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ടേസ്റ്റ് കൂടാനായിട്ട് ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയുമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ വീഡിയോ കാണുന്നതിനിടയിൽ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഇനേബിൾ ചെയ്തിടാനും ഒന്നും മറക്കല്ലേ. ഉപ്പും എരിവും ഒക്കെ നല്ല കറക്റ്റാണ്. കുറച്ച് കറിവേപ്പിലകൾ കൂടി ഇതുപോലെ ഒന്ന് പുറമേ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല നാടൻ കൂർക്കയും പോർക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പോർക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ എത്രത്തോളം ടേസ്റ്റിയാണെന്നുള്ളത്. ഈ ഒരു റെസിപ്പി നമ്മൾ ചോറിനേക്കാളും കൂടുതൽ ചപ്പാത്തിക്കും ബ്രെഡിനും അപ്പത്തിനും ഒക്കെ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സെയിം രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.